ആനന്ദ് എന്ന് പറഞ്ഞൊരു എഴുത്തുകാരനുണ്ട് മലയാളത്തിൽ. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഉണ്ടാ? ആനന്ദ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നോവലുണ്ട് ഗോവർദ്ധൻ്റെ യാത്രകൾ എന്ന് പറഞ്ഞിട്ട്. അതിൽ 2 അടിമകളുണ്ട്. ഒരടിമയുടെ പേര് ഗോവർദ്ധൻ എന്നാണ്, മറ്റേ അടിമയുടെ പേര് അലി എന്നാണ്. ഈ 2 ആളുകളും ഒരു യജമാനൻ്റെ അടിമകളാണ്. ഒരു ദിവസം യജമാനന് ഇവരോട് സ്നേഹം തോന്നിയിട്ട് 2 ആളെയും മോചിപ്പിച്ചു. അവർ സ്വതന്ത്രരായി, ഭയങ്കര സന്തോഷമായി. പക്ഷേ സ്വതന്ത്രരായതിനു ശേഷം അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. കാരണം അവർ അടിമകളായി മാത്രം ജീവിച്ച ആളുകളാണ്. അവർ സ്വതന്ത്രരായി എങ്ങനെ ജീവിക്കാമെന്ന് അവർക്ക് അറിയില്ല. അങ്ങനെ അവസാനം അവരെന്താ ചെയ്യുന്നതെന്നറിയാം? യജമാനൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് അടിമകളായാൽ മതി എന്ന് പറഞ്ഞു. അതാണ് അടിമത്തം. അഡിക്റ്റ് ആവുക എന്നല്ലേ നമ്മൾ പറയുക. ഇംഗ്ലീഷിൽ അങ്ങനെ തന്നെ പറയുക, അടിമയാകുക എന്നാണ് പറയുക. തെറ്റായ ശീലങ്ങൾക്ക് അടിമയാവും, തെറ്റായ പ്രവർത്തനങ്ങൾക്ക് അടിമയാവും, തെറ്റായ ആഗ്രഹങ്ങൾക്ക് അടിമയാവും. അങ്ങനെയാണ് മനുഷ്യനിങ്ങനെ കേടുവരിക. ഒരു നിങ്ങളെ ഉമ്മാനെ ഇഷ്ടമാണോ? അമ്മയെ അല്ലേ ഇഷ്ടമല്ലേ? വാപ്പയെ ഇഷ്ടമല്ലേ? അച്ഛനെ? പക്ഷെ ഇതിൽ നമുക്ക് തീരുമാനിക്കാൻ കഴിയുമോ? എനിക്ക് ഈ വാപ്പ അല്ല ആ വാപ്പ മതി എന്ന് പറയാൻ കഴിയുമോ? സാധ്യതയല്ല. അങ്ങനെ ഒരു സാധ്യത അതിനകത്തില്ല. എനിക്ക് ഈ ഉമ്മ വേണ്ട, വേറൊരു ഉമ്മ മതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കിട്ടൂല. അങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അതിനകത്തില്ല. എനിക്ക് ഈ കാക്ക വേണ്ട, മറ്റേ കാക്ക മതി, അയൽപ്പക്കത്തെ വീട്ടിലെ കാക്ക മതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കാക്കാനെ തന്നെ കിട്ടുള്ളൂ. കാരണം ഈ കാക്കാനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അതങ്ങനെ കിട്ടുക. ഈ കൈ വേണ്ട, എൻ്റെ കൈ മതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കയ്യേ നമുക്ക് കിട്ടുള്ളൂ. ഇതിലൊന്നും നമുക്ക് തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യമില്ല. തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുള്ള 2 ആളുകളേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ. ഒന്ന് കൂട്ടുകാർ അല്ലേ? രണ്ടാമത്തത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന പാർട്ട്ണർ, ലൈഫ് പാർട്ട്ണർ, ഭാര്യ ഭർത്താവ് അല്ലേ? ഇതും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുള്ള ആ കൂട്ടുകാർ എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുണ്ടല്ലോ, അത് ശരിക്കും തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിലേ നേരത്തെ പറഞ്ഞ കുറേ ആൾക്കാരുണ്ടല്ലോ, അവരോടുള്ള ബന്ധം പോലും ജീവിതത്തിൽ ഇല്ലാതായി പോകും. അതുകൊണ്ടാണ് നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം എന്ന് പറയുന്നത്. തിരഞ്ഞെടുക്കണം എന്നാണ് പറയുക. കാരണം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അതിനകത്തുണ്ടായതുകൊണ്ടാണ്. തമാശക്ക് തുടങ്ങിയ കുറേ ശീലങ്ങളൊക്കെ ഉണ്ടാവും. കൂട്ടുകാരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി തുടങ്ങിയതായിരിക്കും. പക്ഷെ നമ്മൾ അതിനകത്ത് പെട്ടുപോകും. അതാണ് ഈ ദുശ്ശീലങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഒരച്ഛൻ ഒരു ദിവസം അച്ഛൻ്റെ മോനെയും കൊണ്ട് ഒരു ആപ്പിൾ തോട്ടത്തിലേക്ക് പോയതാ. അങ്ങനെ ഈ ആപ്പിളൊക്കെ കണ്ട് കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോഴാണ് അച്ഛൻ കുട്ടിക്കൊരു കാഴ്ച കാണിച്ചു കൊടുത്തത്. എന്താണെന്നറിയോ? ഒരു ബോട്ടിൽ, വെള്ളത്തിൻ്റെ ബോട്ടിൽ. ആ ബോട്ടിലിനകത്ത് ഒരാപ്പിൾ വളർന്ന് പാകമായിരിക്കുന്നു. അതെങ്ങനെ സംഭവിച്ചു? ആ ബോട്ടിലിനകത്തേക്ക് ഒരിക്കലും ആപ്പിളിന് കയറി പോകാൻ കഴിയില്ല. പിന്നെ എങ്ങനെ സംഭവിച്ചു? ആപ്പിൾ വളർന്നിരിക്കുന്നു, പക്ഷേ ആപ്പിൾ ഇപ്പോൾ ഉള്ളത് ബോട്ടിലിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ കുട്ടി ഇങ്ങനെ ഭയങ്കര അത്ഭുതത്തോടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു കൊടുത്തു, മോനെ അത് വളരെ സിമ്പിളാണ്, എന്താണെന്നറിയോ എന്ന് പറഞ്ഞിട്ട് ഒരു കാലി ബോട്ടിലെടുത്തു. കാലി ബോട്ടിലെടുത്തിട്ട് ചെറിയ ആപ്പിൾ ഉണ്ടാവില്ലേ, മുട്ട്, ആ മുട്ട് അതിനകത്തിട്ടിട്ട് കെട്ടിയിട്ടു. ഒരാഴ്ച കഴിഞ്ഞു, പിന്നെയും അവർ വന്നപ്പോഴോ ബോട്ടിലിനകത്ത് ആപ്പിൾ വളർന്നിരിക്കുന്നു. സിമ്പിളാണ്, അത്രയേ ഉള്ളൂ. മുട്ട ആകുന്ന സമയത്തുള്ളിൽ കയറിയതാ, അതിനകത്ത് കുടുങ്ങിപ്പോയി. ഇനി ഒന്നുകിൽ ആപ്പിൾ പൊട്ടിക്കണം, അല്ലെങ്കിൽ ആ ബോട്ടിൽ പൊട്ടിക്കണം, എന്നാലേ പുറത്തെടുക്കാൻ കഴിയുള്ളൂ. ആപ്പിൾ പൊട്ടിച്ച് ബോട്ടിൽ പൊട്ടിച്ചാലേ പുറത്തേക്ക് എടുക്കാൻ കഴിയുള്ളൂ. എന്നിട്ട് അച്ഛൻ പറഞ്ഞു കൊടുത്ത കാര്യം എങ്ങനെയായിരുന്നു? മോനെ, ഇതുപോലെയാണ് തെറ്റായ ശീലങ്ങളൊക്കെ. നമ്മളതിൻ്റെ ഉള്ളിൽ ചെറിയ കുട്ടിയാകുമ്പോഴൊക്കെ കുടുങ്ങിപ്പോവും. നമ്മൾ ചെറിയ രീതിയിൽ തുടങ്ങിയതായിരിക്കും. പക്ഷെ നമ്മൾ വളരുന്നതിനൊപ്പം ആ ശീലങ്ങൾ നമ്മുടെ കൂടെ ഇങ്ങനെ വളരാൻ തുടങ്ങും. നമ്മൾ ആ ശീലത്തിൻ്റെ ഉള്ളിൽ പെട്ടുപോകും. അതുകൊണ്ട് മോൻ തെറ്റായ ശീലങ്ങളിലേക്ക് പോകരുത് കേട്ടോ എന്ന് പറഞ്ഞു കൊടുത്ത് അതിസുന്ദരമായിട്ട്. ദിവസം ഒരമ്മയുടെ ചെറിയ കുട്ടിയുണ്ട്. ആ കുട്ടി ഇങ്ങനെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ചെമ്പിൻ്റെ കുടമുണ്ട്. ചെമ്പിൻ്റെ കുടം. ആ കുടത്തിലിങ്ങനെ കൈയിട്ട്
കൈയിട്ടതിന് ശേഷം പുറത്തേക്ക് എടുക്കാൻ കഴിയണില്ല. കൈ വേദനിക്കാൻ തുടങ്ങി, എത്ര വലിച്ചിട്ടും കിട്ടുന്നില്ല. അവസാനം അമ്മ ഓടി വന്നു. അമ്മ വരുമ്പോൾ കാണുന്നത് ഇതാണ്, ഇവൻ ആർത്ത് കരയുക, കൈയാണെങ്കിൽ അതിൽ കുടുങ്ങിപ്പോവുകയും ചെയ്ത്. അമ്മ ഇങ്ങനെ മെല്ലെ വലിച്ചു നോക്കി, കിട്ടുന്നില്ല, എത്ര ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല. അവസാനം അമ്മയ്ക്ക് മനസ്സിലായി കുടം പൊട്ടിക്കാം, കുടം കീറിയിട്ട് കൈ പുറത്തേക്ക് എടുക്കാം. പക്ഷെ അപ്പം അമ്മക്ക് ഇങ്ങനെ വെറുതെ തോന്നി, മോനിങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചതാണോ എന്ന്. അപ്പം അമ്മ അവനോട് പറഞ്ഞു, മോനെ കൈ ഇങ്ങനെ പിടിച്ചു നോക്ക്, ഇങ്ങനെ കൂർപ്പിച്ച് പിടിച്ചു നോക്ക്, അമ്മ പിടിച്ചതുപോലെ കൂർപ്പിച്ച് പിടിച്ചു നോക്ക്, എന്നിട്ട് വലിച്ചു നോക്ക്, അപ്പം കിട്ടുമെന്ന് പറഞ്ഞു. അവൻ സമ്മതിക്കണില്ല, എത്ര പറഞ്ഞിട്ടും അവൻ സമ്മതിക്കണില്ല. ഇങ്ങനെയുള്ള കൈ അവൻ ഇങ്ങനെ കാണിക്കണില്ല, എത്ര പറഞ്ഞിട്ടും അവൻ കാണിക്കണില്ല. അപ്പം അതിൻ്റെ കാരണം ചോദിച്ചപ്പോഴാണ് അവൻ പറയണത്, ഇങ്ങനെയുള്ള കയ്യേ ഇങ്ങനെ കാണിച്ചാൽ കയ്യിലുള്ള മിഠായി താഴെ വീഴും എന്നാണ് പറയണത്. അതാണ് പറഞ്ഞത്. ഇടാത്ത മിഠായിയുടെ പേരാണ് ദുശീലങ്ങൾ. അത് വിടൂല. എത്ര തന്നെ അപമാനങ്ങൾ വരുമെന്നറിയോ നിങ്ങൾക്ക്? എത്രയൊക്കെ ആളുകളുടെ വെറുപ്പ് സമ്പാദിക്കേണ്ടി വരുമെന്നറിയാം. എത്ര ആളുകളുടെ ഇകഴ്ത്തൽ, പരസ്പരം നമ്മളെക്കുറിച്ച് പറയുന്നത് എത്ര ആളുകൾ പറയുമെന്നറിയോ? നമ്മുടെ ഉപ്പ, നമ്മുടെ ഉമ്മ എത്ര നല്ല മനുഷ്യന്മാരാ, ആ ചെറുക്കൻ അങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ആളുകളിങ്ങനെ പറയുകയൊക്കെ ചെയ്യും. അതൊക്കെ നമുക്കറിയാം, അങ്ങനെയൊക്കെ പറയും. എന്നാൽ ഈ കയ്യിലുള്ള മിഠായി താഴെ ഇടൂല ചില മനുഷ്യന്മാർ. അതാണ് ഈ അടിമത്തം. നമ്മളതിനങ്ങ് അടിമയായി പോവുക ചെയ്യുക. അതുകൊണ്ടാണ് തെറ്റായ ശീലങ്ങളിലേക്ക് കുടുങ്ങരുത് കേട്ടോ എന്ന് മക്കളോട് നമ്മളിങ്ങനെ പറയേണ്ടി വരുന്നത്. APJ അബ്ദുൽ കലാം പറയുന്നുണ്ട്, നമ്മുടെ ഭാവിയെ നമുക്ക് മാറ്റാൻ കഴിയില്ലല്ലോ. നമ്മുടെ ഭാവിയെ നമുക്ക് മാറ്റാൻ കഴിയില്ല, പക്ഷെ നമ്മുടെ ശീലങ്ങളെ നമുക്ക് മാറ്റാൻ കഴിയും. അത് ഇന്നുള്ളതാ. ഇന്നുള്ള നമ്മുടെ ശീലങ്ങളെ നമുക്ക് മാറ്റാൻ കഴിയും. ഈ ശീലങ്ങൾക്ക് നമ്മുടെ ഭാവിയെ മാറ്റാൻ കഴിയും. വളരെ ശരിയാ. നമുക്ക് ഭാവിയെ മാറ്റാൻ കഴിയില്ല, പക്ഷെ നമുക്ക് ശീലങ്ങളെ മാറ്റാൻ കഴിയും. ശീലങ്ങൾക്ക് നമ്മുടെ ഭാവിയെ മാറ്റാൻ കഴിയും എന്ന്. രണ്ട് കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, ഒരാളിങ്ങനെ ഹാപ്പിയായി നിലനിൽക്കണം, മനസ്സമാധാനം. മനുഷ്യന്മാർ മുഴുവൻ ഓടി നടക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ഒരാൾക്ക് സമാധാനം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ ഹാപ്പിനെസ് കണ്ടെത്തണം. എവിടെയാണോ ഉള്ളത് അവിടെ വെച്ച്, ആരാണോ കൂടെയുള്ളത് അവരോടൊപ്പം, എന്താണോ കയ്യിലുള്ളത് അതുകൊണ്ട് ഒരാൾ കണ്ടെത്തേണ്ടതാണ് സന്തോഷം. അത് വരാനിരിക്കുന്ന എന്തോ ഒന്നിൻ്റെ പേരല്ല, ഇപ്പോൾ വേണം. ഓഷോയുടെ ഒരു പുസ്തകമുണ്ട്, അതിൽ ഒരു കഥ പറയുന്നുണ്ട്. ഹോജയുടെ കഥയാണ്. ഹോജയെ കേട്ടിട്ടുണ്ടോ? കേട്ടില്ലേ? ഹോജയുടെ അടുത്തൊരാൾ വന്ന്, ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ പണം മുഴുവനും കെട്ടുകളായി ഒരു പെട്ടിയിലിങ്ങനെ നിറച്ചിട്ട് അദ്ദേഹം ഹോജയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, ഹോജ, എൻ്റെ കയ്യിൽ ധാരാളം പൈസയുണ്ട്, ഈ പെട്ടി നിറയെ പൈസ ഉണ്ട്, പക്ഷെ എനിക്ക് സമാധാനം മാത്രമല്ല. സമാധാനത്തിനുള്ള എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ ഹോജ എന്ന് ചോദിച്ചു. അപ്പോൾ ഹോജ ചോദിച്ചു, ഈ പെട്ടിയിൽ നിറച്ചു എന്താന്നാ പറഞ്ഞ്? പൈസ, പണം ആണോ? ആ. ഇത് കേട്ട പാടെ ആ പെട്ടി എടുത്തിട്ട് ഓടിക്കളഞ്ഞു. ആര്? ഹോജ. ഇയാൾ പിന്നാലെ ഓടി, ഹോജയെ കിട്ടിയില്ല. അയാൾ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. ആളുകളൊക്കെ വന്ന് ചോദിച്ചു, എന്തിനാ കരയണേ? അയാൾ പറഞ്ഞു, ഞാൻ ആ മനുഷ്യനോട് സമാധാനത്തിനുള്ളൊരു വഴി ചോദിച്ചതാണ്, അയാളുള്ള സമാധാനം കൂടി കളഞ്ഞിട്ട് എൻ്റെ പെട്ടി എടുത്തിട്ട് ഓടിക്കളഞ്ഞു എന്നാണ് അയാൾ പറയുന്നത്. അയാൾ കരഞ്ഞുകൊണ്ടിരിക്കുക, കുറേ സമയമായിട്ട് കരയുക. കുറേ സമയം കഴിഞ്ഞപ്പോഴേ ഹോജയുണ്ട് ഇങ്ങനെ നടന്നു വരുന്നത്, ആ പെട്ടി നോക്കിയിട്ട്. എന്നിട്ട് ഇയാൾക്ക് കൊടുത്തു, ഒരു സോറി പറഞ്ഞിട്ട് ആ പെട്ടി അയാൾക്ക് കൊടുത്തു. അയാൾ വേഗം തുറന്നു നോക്കി പെട്ടിയെ. പൈസ വല്ലതും എടുത്തിട്ടുണ്ടോയെന്നറിയാം. ഇല്ല, ഒന്നും എടുത്തിട്ടില്ല. ഒരു കെട്ടുപോലും പൊട്ടിച്ചിട്ടില്ല, അതേപോലെ തന്നെ കിടക്കുന്നുണ്ട്. അയാൾ നെഞ്ചത്ത് കൈവച്ചിട്ട് പറഞ്ഞു, ഹാവു സമാധാനമായി എന്ന് പറഞ്ഞു. ഹാവു സമാധാനമായി. അപ്പോൾ ഓശ ചോദിച്ചു, നിങ്ങൾ നേരത്തെ ഇല്ല എന്ന് പറഞ്ഞത് എന്തായിരുന്നു? സമാധാനം. ഇപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞത് എന്താ? സമാധാനം. ഈ കഥ പറഞ്ഞിട്ട് ഓഷോ ചോദിക്കുന്നുണ്ട്, അയാൾക്ക് ഇപ്പം സമാധാനം കിട്ടാനുള്ള കാരണം എന്താണ്? പൈസയാണോ? ആണോ? പൈസ അയാളുടെ കയ്യിൽ നേരത്തെ ഇല്ലേ? അല്ലേ? ഇപ്പം എങ്ങനെ സമാധാനം കിട്ടിയത്? സമാധാനം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ കണ്ടെത്തേണ്ടതാണ്.
അതെവിടുന്നെങ്കിലും കിട്ടേണ്ട ഒന്നല്ല. എവിടുന്നെങ്കിലും കിട്ടേണ്ട ഒന്നാണ് എന്ന് നമ്മൾ തീരുമാനിക്കുന്ന നിമിഷം മുതൽ നമ്മുടെ സമാധാനം ഇല്ലാതാവുക ചെയ്യുക. കാരണം എവിടെ നിന്നും നമുക്കത് തികയാതെ വരും. ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, അത് കഴിഞ്ഞാൽ മറ്റൊന്ന്, അത് കഴിഞ്ഞാൽ മറ്റൊന്നായിത്തീരും. ഹാപ്പിനെസ് മാത്രം ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരാൾ അയാളുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ കഴിയുക എന്നുള്ളതും വലിയ സ്വപ്നങ്ങൾ കാണുക എന്നുള്ളതുമാണ് ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ നേട്ടങ്ങളുടെ ഒക്കെ പ്രധാനപ്പെട്ട സോഴ്സ്. ഒരു കള്ളനെ മോഷണത്തിന് വേണ്ടി ഒരു വീട്ടിലേക്ക് വരുമ്പോൾ അയാളുടെ ഏറ്റവും വലിയ പേടി എന്തായിരിക്കും എന്നറിയാം? ആ വീട്ടിലെ നായയായിരിക്കും. കാരണം ഈ ആൾ വരുന്നുണ്ട് എന്ന് അറിയുന്നതോടുകൂടി നായ കുറയ്ക്കാൻ തുടങ്ങും. അതോടുകൂടി വീട്ടുകാരുണരും ഇയാളുടെ പരിപാടി നടക്കില്ല. അതുകൊണ്ട് അയാൾക്ക് ഏറ്റവും വലിയ പേടി ഉണ്ടാവുക നായയായിരിക്കും. അതുകൊണ്ട് ഇയാൾ എന്താ ചെയ്യാന്നറിയോ? വരുമ്പോൾ തന്നെ നായക്ക് കൊടുക്കാൻ ഒരിറച്ചി കഷ്ണമായിട്ടാണ് വരിക. നായക്ക് കൊടുക്കാൻ ഒരിറച്ചി കഷ്ണമായിട്ടാണ് വരിക. എന്നിട്ട് നേരെ അയാൾ വന്നിട്ട് ആ കൂട്ടിലേക്ക് ഇറച്ചി കഷ്ണം ഇടും. നായക്ക് ഭയങ്കര സന്തോഷമായി. എന്ത് സ്നേഹമുള്ള കള്ളൻ എന്നാണ് നായ ആലോചിക്കണേ. ആ ഇറച്ചി കഷ്ണം നായ വെട്ടി വിഴുങ്ങും. ആ വെട്ടി വിഴുങ്ങുന്ന സമയം കൊണ്ട് കള്ളൻ എന്ത് ചെയ്യും? അയാളുടെ പരിപാടികളെല്ലാം നടത്തും. എന്നിട്ട് ആ വീട്ടിൽ നിന്ന് മോഷണമൊക്കെ നടത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കള്ളൻ ആ കൂട്ടിലേക്കൊരു നോട്ടം നോക്കും. അവിടെ ആരുണ്ടാവും? നായ ഉണ്ടാവുമോ? നായ മരിച്ചു കിടക്കുന്നുണ്ടാവും. കാരണം കള്ളൻ കൊടുത്തത് ഒരു ഇറച്ചി കഷ്ണം മാത്രമായിരുന്നില്ല, അതിൻ്റെ ഉള്ളിൽ ചെറിയ ഒരു വിഷത്തിൻ്റെ തുള്ളി ഇട്ടിരുന്നു. ഇതാണ് തെറ്റായ കൂട്ടുകാർ നമ്മൾക്ക് സമ്മാനിക്കുന്ന തെറ്റായ ശീലങ്ങൾ. അത് നമ്മളെ നശിപ്പിക്കുക. സ്നേഹമാണ് എന്ന് നമുക്ക് തോന്നും, പക്ഷെ അത് സ്നേഹമായിരുന്നില്ല എന്നും അതിനകത്ത് നമ്മളെ തന്നെ നശിപ്പിക്കുന്ന ചിലത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്നും കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഒരാൾക്ക് മനസ്സിലാവുക. അതുകൊണ്ട് ഈ ജീവിതം എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. 10-30,000 ദിവസം കൊണ്ട് തീരുന്നൊരു ഏർപ്പാടിൻ്റെ പേരാണ്. വളരെ കുറച്ചേ ഉള്ളൂ. ഈ കുറഞ്ഞ ജീവിതം ഒരാൾ സന്തോഷത്തോടുകൂടി, ഹാപ്പിനെസ്സോടുകൂടി, നല്ല സേവനങ്ങളും സ്നേഹവും സന്തോഷവും മനുഷ്യർക്ക് കൊടുത്ത് ഒരായുസ്സിനെ അർത്ഥവത്താക്കുക എന്നുള്ളതാണ് പ്രധാനം. മരിച്ചു തീരുന്നത് വരെയുള്ള ഈ ഒരു സമയം അർത്ഥവത്താക്കാനുള്ള ഒരാളുടെ തയ്യാറെടുപ്പാണ് പ്രധാനം. മരിച്ചു കഴിഞ്ഞാൽ പിന്നില്ല. അതാണ് നേരത്തെ ആ ക്ലോക്കിനെ കുറിച്ച് പറഞ്ഞത്. അതുവരെയുള്ളൂ. ഇപ്പം നമ്മുടെ കയ്യിലിങ്ങനെ കെട്ടിയിരിക്കുന്ന വാച്ചിനെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്. ഒരു വാറണ്ടി കാർഡൊക്കെ തരും. വാച്ചിനെ കുറിച്ചൊരു ധാരണയുണ്ട്. ഈ മൈക്കിനെ കുറിച്ചൊരു ധാരണയുണ്ട്. ഈ വസ്ത്രത്തെക്കുറിച്ചൊരു ധാരണയുണ്ട്. കുറച്ചു കാലമൊക്കെ ഇടാം, പിന്നെ കുറച്ച് അലക്കുന്നതോടുകൂടി ഇത് തീരും. ഈ ചെരുപ്പിനെ കുറിച്ചറിയാം, പാൻറ്റിനെ കുറിച്ചറിയാം, എല്ലാത്തിനെ കുറിച്ചും നമുക്കൊരു ധാരണയുണ്ട്. പക്ഷെ നമുക്കൊരു ഏകദേശ ധാരണ പോലും ഇല്ലാത്ത ഒരേ ഒരു കാര്യമുള്ളൂ, അത് നമ്മളാണ്. നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുന്ന വാഹനത്തെക്കുറിച്ച് നമുക്ക് ധാരണയുണ്ട്. എത്ര കാലം നന്നായിട്ട് അത് പെർഫോം ചെയ്യുമെന്ന് നമുക്കറിയാം. പക്ഷെ അത് ഓടിച്ചുകൊണ്ട് പോകുന്ന നമ്മൾ എത്ര കാലം അത് കൊണ്ടു നടക്കും നമുക്കറിയില്ല. അത്രയും നിസ്സാരമായൊരു ജീവിതമാണ് ഈ മനുഷ്യൻ്റേത്.